എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളത് വീക്കെൻഡ് ആയിക്കൊണ്ട് ഫ്രൈഡേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങുമ്പോൾ വലിയ പ്ലാനുകളൊന്നും ഇല്ലെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ പ്ലാനുകൾ വരുന്നുണ്ട്. എന്തായാലും എങ്ങോട്ട് പോകുന്നുള്ള പ്ലാനിങ്ങിൽ ലാസ്റ്റ് എത്തിയത് എവന്യൂസ് മാളിലാണ്. ബെഹ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മാളാണ് കേട്ടോ ഈ എവന്യൂസ് മാള്. ഈ മാളിൽ ഞങ്ങൾ 2 വർഷം മുന്നേ മറ്റാണ് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് വലിയ കാര്യമായിട്ട് അങ്ങോട്ട് തലയൊന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. വലിയ പ്ലാനുകളൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ വഴി തെറ്റിപ്പോയിട്ടുണ്ട്. ഇനി അവന്യൂസ് മാളിലേക്ക് പോകണമെങ്കിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരണം. അപ്പം കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും നല്ലോണം ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വീക്കെൻഡ്സിൽ പൊതുവേ തിരക്കുള്ളൊരു മാളാണെങ്കിലും ഇന്നെന്തോ ഇത്തിരി കൂടുതൽ തിരക്കുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ഓർമ്മ വന്നത് സൗദി നാഷണൽ ഡേ ആണ്. സൗദി നാഷണൽ ഡേ ആയതുകൊണ്ട് തന്നെ നല്ല അധികം തിരക്കുണ്ട്. സൗദിക്കാരായിട്ടും ബഹ്റിൻസ് ആയിട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ടാവും. ഈ ഒരു മാളിൽ കൂടുതലും അറബ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സൗദി നാഷണൽ ഡേ പ്രമാണിച്ച് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടാവാതിരിക്കത്തില്ല. വീക്കെൻഡും നാഷണൽ ഡേയും എല്ലാം കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ പാർക്കിങ്ങിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കറങ്ങി കറങ്ങി ലാസ്റ്റ് ഇവിടുന്ന് പോയാലോ എന്ന് വിചാരിച്ച് ചിന്തിച്ചു. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു നോർമൽ ഡേയ്സിൽ പോകുന്ന പോലെയല്ല, വീക്കെൻഡ്സിൽ പോകുമ്പോൾ ഒരു സമാധാനമാണ്. ആ ക്ഷമയോടുകൂടി ഞങ്ങൾ എവിടെയെങ്കിലും പാർക്കിംഗ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ കറങ്ങിക്കൊണ്ടേ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ 2 വർഷം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. 2 വർഷം മുന്നേ മിക്ക വീക്കെൻഡ്സിലും ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരാറുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു ബീച്ച് വ്യൂ മാളാണ് കേട്ടോ. ഈ മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ബീച്ച് വ്യൂ ആണ്. അതുപോലെ തന്നെ പുറത്തുമുണ്ട്, നമ്മൾ ഈ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്ത് നമുക്ക് നടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല, കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലോസ്ഡ് ആണ്. എന്തായാലും നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ട് ഇതാ നമ്മൾ അവന്യൂസ് മാളിലേക്ക് ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇതൊരു അടിപൊളി മാളാണ് കേട്ടോ. സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്, ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ബ്രാൻഡ് ഷോപ്സും ബ്രാൻഡഡ് റെസ്റ്റോറൻറ്റ്സും മാത്രമാണുള്ളത് കേട്ടോ. നമുക്ക് വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും എത്ര നേരം നടന്നാലും നമ്മൾ മടുക്കത്തില്ല, ടൈം പോകുന്നതേ നമ്മൾ അറിയില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് വലിയൊരു കൊട്ടാരം കാണുന്നത്. ഇതെന്താണ് ഈ കൊട്ടാരം സെറ്റപ്പ് എന്ന് നോക്കിയപ്പോഴാണ് ബോർഡിൽ പെർഫ്യൂം ഷോപ്പാണ്. എൻ്റെ അമ്മ കണ്ടു തള്ളി പോകുന്ന രീതിയിലുള്ള ഒരു വലിയൊരു ഷോപ്പ്. ഈ ഷോപ്പ് കണ്ടാൽ പെർഫ്യൂം ഷോപ്പാണെന്നേ പറയില്ല. എന്തായത് ഡിസ്പ്ലേയിലൊന്നും നമുക്ക് പെർഫ്യൂം കാണാനേ ഇല്ല കേട്ടോ. ലക്ഷറി പെർഫ്യൂംസ് ആയതുകൊണ്ട് തന്നെ ഏറിപ്പോയ ഒരു 20 പെർഫ്യൂംസ് നമുക്ക് അവിടെ ഡിസ്പ്ലേ കാണാൻ പറ്റും. അല്ലാണ്ട് ഒട്ടും തന്നെ ഇല്ല. കയറി ചെല്ലുമ്പോൾ തന്നെ മൊണാലിസയുടെ 2 പെയിൻറ്റിങ്സ് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കൊട്ടാരം സെറ്റപ്പിലുള്ള ഒരു കസേര കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനേ. നമ്മൾ ആ ഒരു മാളിൽ ചെന്ന ഒരു ഫീലൊന്നും അല്ല, ഒരു കൊട്ടാരത്തിൽ ചെന്ന ഫീലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ. ആർക്കാണേലും ഒന്ന് കയറി ചെല്ലാൻ തോന്നുന്ന രീതിയിലുള്ളൊരു ഷോപ്പ്. ഈ ഒരു ഷോപ്പ് കണ്ടല്ല ആരും എന്തായാലും കയറാതെ പോകത്തില്ല. പെർഫ്യൂംസ് ഒന്നും കാര്യമായിട്ട് നോക്കിയില്ലെങ്കിലും ഈ ഒരു ഇൻറ്റീരിയർ കാണാൻ എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും കയറിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, ഞാൻ ആ പെർഫ്യൂംസ് ഒന്നും സ്മെല്ല് ചെയ്ത് പോലും നോക്കിയില്ല. ഈ ഇൻറ്റീരിയറൊക്കെ കണ്ട് ഭംഗിയിൽ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് എന്തൊക്കെയോ ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. സൗദി നാഷണൽ ഡേ പ്രമാണിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. ഇതുപോലെ 2 ബാച്ചായിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ഇങ്ങനെ എന്തോ കൊട്ടുന്ന സാധനങ്ങളുണ്ട്. വലിയ വാളുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അവർക്ക് പിന്നെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇത് 2 ബാച്ചായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പയ്യെ നമ്മൾ ബീച്ച് വ്യൂ, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മാളിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് വലിയൊരു ബീച്ച് വ്യൂ ഉണ്ട്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടേക്കായിട്ട് പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ബീച്ച് വ്യൂ മാത്രമല്ല ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കാറ്റൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചു. എന്ത് ഭംഗിയാണെന്നറിയോ ഈ ഒരു വ്യൂ കാണാൻ. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വ്യൂ സൈഡ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഉള്ളിൽ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ പുറത്ത് വലിയ തിരക്കായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ബോട്ടിങ്ങിൻ്റെ സൈഡിൽ നല്ല അധികം തിരക്കുണ്ടായിരുന്നു കേട്ടോ. മാളിൻ്റെ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഡൈനിങ് ചെയ്തിരിക്കുന്ന ഈ ബീച്ച് വ്യൂവിൻ്റെ സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ആംബിയൻസിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. മറ്റെന്തിനേക്കാളും ഈ വാട്ടറിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭംഗിയാണല്ലേ. എത്ര നേരം നിന്നാലും നമുക്ക് ടൈം പോകുന്നത് അറിയത്തില്ല. അതുപോലെ തന്നെ എന്തൊക്കെയോ ഒരു ഇമോഷൻസ് വരുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലേ. എന്തായാലും ഞങ്ങളവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ട് പയ്യെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.